പള്ളിക്കൂദാശ കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങളിലൂടെ അലസത കൈവെടിയുവാനും ആത്മാർത്ഥമായി അധ്വാനിക്കുവാനും തിരുസഭാ മാതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ തൻ്റെ ബന്ധുവായ ലാബാന്റെ തോട്ടത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ കബളിപ്പിക്കപ്പെട്ടിട്ടും ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്ന യാക്കോബിനെ നാം കണ്ടുമുട്ടുന്നു. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുസരിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായന. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലൂടെ അലസത കൈവെടിഞ്ഞ് ദൈവരാജ്യത്തിനായി ജോലി ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം അലസതയിൽ കഴിയുന്നവരെ ശക്തമായി ശാസിക്കുന്ന പൗലോസ്ലീഹായെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യാത്ര പുറപ്പെടുന്ന യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരുടെ കഴിവനുസരിച്ച് അവർക്ക് 5, 2, 1 വീതം താലന്തുകൾ നൽകുന്നതാണ് വചനഭാഗം. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ അലസനായിരുന്ന ആ ഭൃത്യൻ ശിക്ഷിക്കപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. തനിക്ക് ലഭിച്ച താലന്ത് വളർത്തുവാൻ യാതൊരു പരിശ്രമവും അധ്വാനവും നടത്താത്തതാണ് അവൻ ശിക്ഷിക്കപ്പെടുവാൻ കാരണം. 5, 2 താലന്തുകൾ ലഭിച്ചവർ അവ ഇരട്ടിപ്പിക്കുവാൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ആ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുവാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് ആ ഭൃത്യൻ ഒരു താലന്തുമായി തിരികെ എത്തുന്നത്. ഒരു പക്ഷേ പരിശ്രമങ്ങൾക്കിടയിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പോലും യജമാനൻ അവനോട് ക്ഷമിച്ചേനെ. പ്രിയപ്പെട്ടവരെ, വെറുതെ അലസനായിരുന്ന് യജമാനന്റെ പ്രീതി നേടാമെന്ന് വ്യാമോഹിച്ച ആ ഭൃത്യനെ പോലെ ചിലപ്പോൾ നാമും പ്രവർത്തിക്കാറില്ലേ? എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് ഞാനായിരിക്കുന്ന കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി പരിശ്രമിക്കുവാനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യുവാനും നാം പരിശ്രമിക്കാറുണ്ടോ? അവയുടെ ഉന്നമനത്തിനായി അല്പം ത്യാഗം സഹിക്കുവാനും എൻ്റെ കംഫർട്ട് സോണുകളിൽ നിന്നും പുറത്തു വരുവാനും ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അലസനായ ആ ഭൃത്യനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതോടൊപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവം എല്ലാം ക്രമീകരിക്കും, എല്ലാം നടത്തിക്കൊള്ളും എന്ന വിശ്വാസം നല്ലതാണ്. എന്നാൽ അതിൽ മാത്രം വിശ്വസിച്ച് നമ്മുടെ അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി യാതൊരു വിധത്തിലും അധ്വാനിക്കാതെ ദൈവം എല്ലാം നൽകും എന്ന് വിശ്വസിച്ച് മടിയന്മാരായി മാറുന്നത് ക്രൈസ്തവമല്ല എന്നും ദൈവസന്നിധിയിൽ ആ ഭൃത്യനെ പോലെ നമ്മയും ഇത് തിരസ്കൃതരാക്കുമെന്നും നമുക്ക് മറക്കാതിരിക്കാം. രണ്ടാമതായി, തൻ്റെ അലസതയെ മറയ്ക്കുവാൻ യജമാനനിൽ കുറ്റം കണ്ടെത്തുകയാണ് ആ ഭൃത്യൻ. അവൻ പറയുന്നുണ്ട്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. തൻ്റെ കഴിവുകേടിനെയും അലസതയെയും മറയ്ക്കുവാൻ അവൻ കുറ്റം ആരോപിക്കുന്നത് യജമാനനിലാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാമും ഇപ്രകാരം പ്രവർത്തിക്കാറില്ലേ? നമ്മുടെ കുറവുകളെ മറയ്ക്കുവാനും മൂടി വയ്ക്കുവാനുമായി മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുകയും അവരെ പഴിചാരുകയും ചെയ്യുന്നവരാണോ നാം? എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്കും തകർച്ചകൾക്കും കാരണം മറ്റുള്ളവരാണെന്ന് ചിന്തിക്കുകയും അവരോട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നാമെങ്കിൽ അവയെ തിരുത്തുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. മൂന്നാമതായി, പരാജയപ്പെടുമോ എന്ന ഭയത്താൽ പരിശ്രമിക്കാതിരിക്കുന്നവരുടെ പ്രതീകമാണ് അവസാനത്തെ ആ ഭൃത്യൻ. കച്ചവടമോ മറ്റെന്തെങ്കിലുമോ ചെയ്ത് ആ പണം നഷ്ടപ്പെടുമോ എന്ന ചിന്തയായിരിക്കാം അവനെ നിരുത്സാഹപ്പെടുത്തിയതും അത് കുഴിച്ചിടുവാൻ പ്രേരിപ്പിച്ചത്. പലപ്പോഴും പരാജയ ഭീതിയിൽ ഒന്നിനും പരിശ്രമിക്കാതിരിക്കുന്നവരാണ് നമ്മിൽ പലരും. അലസത കൈവെടിഞ്ഞ് ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കൂ എന്ന വലിയൊരു മോട്ടിവേഷനും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ലഭിച്ചിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നാം ആയിരിക്കുന്ന ഇടങ്ങളുടെ വളർച്ചയ്ക്കായി
നമ്മാലാവും വിധം അധ്വാനിക്കുവാൻ, നമ്മുടെ കഴിവുകേടും അലസതയും മറയ്ക്കുവാൻ, മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കുന്ന ദുശീലമുണ്ടെങ്കിൽ അവ മാറ്റുവാൻ, പരാജയ ഭീതിയിൽ പരിശ്രമിക്കാതിരിക്കുന്നവരെ പോലെ ആയിത്തീരാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.